തുറക്കാറുന്നില്ലേ? ഈ ലോക്ക് ഫ്രണ്ടോട്ട് നീക്കുക. ഇനി ഞെക്കിക്കാൻ പറ്റണില്ലേ? എന്താന്നറിയാം, ആ മീനൊക്കെ കൂടെ ഇന്ന് പറ്റിയതാ, കൈ മുഴുവൻ മുറിഞ്ഞു. അങ്ങനെ പറ. ഹായ്, ഇതെന്താ കിളിക്കൂടാ? അല്ല, ഈ ഭാഗം അടി വരണം, ഈ ഭാഗം താഴെ വരണം. ഇങ്ങനെ വെച്ചിട്ട് കാറിങ്ങനെ നൈസായിട്ട് കഴുകുക. അതാണ് ഈ സംഭവം. പിന്നെ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് കേട്ടാ പഴയ ഒരു സാധനം കണ്ടത്. ഇത് ആക്ച്വലി ഒരു ഏറ്റവും മോശം സാഹചര്യത്തിൽ മേടിച്ചതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നൊക്കെ നമ്മളെ വല്യച്ഛൻ്റെ മോൻ കുത്തിക്കൊല്ലാനൊക്കെ നോക്കിയില്ലായിരുന്നേ. അപ്പം നമുക്ക് ആശുപത്രിയിൽ പോലും പോയിട്ട് ഭയങ്കര ഒരു ക്രിമിനലിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയത്. അമ്മച്ചെല്ലാം ശരിക്കും ബുദ്ധിമുട്ടിയായിരുന്നു. എനിക്കൊരു ബെഡ് പോലും വണ്ടാനം മെഡിക്കൽ കോളേജിൽ കിട്ടാഞ്ഞിട്ട്. കാരണം കുത്ത് കിട്ടിയവനും കുത്ത് കൊടുക്കുന്ന ആൾക്കാരെ പോലെ ക്രിമിനലാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യുന്നത്. എൻ്റെ മുറിവിലൊക്കെ പച്ചയ്ക്ക് ഡോക്ടർമാർ കൈയൊക്കെ ഇട്ട് ഒരു അവസ്ഥ തന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ സാധനം മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ട് പോലും ഒരു ആക്ഷനും എടുത്തില്ല. കാരണം അവർക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ പോലീസിലൊക്കെ ഭയങ്കര ഹോൾഡും പൈസയൊക്കെ ഉണ്ടായിരുന്നു. ICU എന്നൊക്കെ ഇറങ്ങി ബെഡിൽ നിന്നൊക്കെ എണീറ്റ് വന്നപ്പം പിന്നെ എനിക്ക് കോളേജിലൊക്കെ പോകേണ്ട സമയമായിരുന്നു, അഡ്മിഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് കോളേജിൽ പോകണമെങ്കിൽ ആലപ്പുഴ സ്റ്റാൻഡിൽ പോയിട്ട്, ഞാൻ കോട്ടയത്താണ് പഠിച്ചതൊക്കെ, അപ്പം അത്രയും ദൂരമുള്ള സ്ഥലം വരെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് വരുവാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇവർ ഇനിയും പോലീസ് പരമായിട്ടുള്ള സപ്പോർട്ടൊക്കെ വെച്ചിട്ട് വീണ്ടും കുത്താനോ കീറാനൊക്കെ വന്നു കഴിഞ്ഞാലോ എന്നൊരു പേടി ശരിക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ വീട്ടുകാർക്ക് ഞാൻ മാത്രമുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പം അഥവാ നമ്മുടെ കയ്യിലോട്ട് ഉപദ്രവിക്കാൻ വന്നാലും എൻ്റെ കയ്യിൽ സാധനമുണ്ട്, ഇനിയും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, ഇത്രയും ഞാൻ ക്ഷമിച്ച് ഇനി എൻ്റെ വരരുത്, ഞാൻ പ്രതികരിക്കും, നിങ്ങൾ വിട്ടോ എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ആ ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് നാളത്തെ നമ്മുടെ സ്വരുക്കൂട്ടിയ പൈസയാണ് കേട്ടോ, അതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇറക്കിയത്. ഞാൻ പിച്ചക്കാരനെ ഇപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. പക്ഷേ ആ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഭയങ്കര ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ യാതൊരു കാരണവശാലും അത് ഉപയോഗിക്കുകയോ ആർക്ക് നേരെയോ അത് വെല്ലുവിളിയായിട്ട് ഒന്നും ആ ഒരു മോശം രീതിയിലോട്ട് പോയില്ല. എന്തോ ഭാഗ്യത്തിന് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനൊക്കെ ഇട്ടേച്ച് പോയപ്പോഴൊക്കെ ആണെങ്കിലും ആ കുത്ത് കിട്ടിയതിന് ഒരു അച്ഛൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ചോദിച്ച് മേടിച്ചല്ലേ എന്നൊക്കെയാണ് കേട്ടോ. അത് വേറെ, അത് വിട്ട്. അപ്പോൾ ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനത്തെയൊക്കെ ഒരു സംസാരം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ എന്ന് വന്നപ്പോഴത്തേക്കും. അമ്മച്ചിക്ക് അറിയാമല്ലോ, ഞാൻ സപ്പോർട്ട് ചെയ്യാനും അമ്മച്ചിയെ രക്ഷിക്കാനും ചിഞ്ചുവിനെ രക്ഷിക്കാനൊക്കെയാണ് ആ ഒരു വീട്ടിൽ അമ്മച്ചിയെയും ചിഞ്ചുവിനെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് കയറി വന്ന് വല്യച്ഛനെ തടഞ്ഞു എന്ന് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അപ്പം വല്യച്ഛൻ്റെ മോൻ കയറി നൈസായിട്ട് നടുവിനിട്ട് പണിഞ്ഞു പോയി. അതാണ് സംഭവിച്ചത്. കേസ് വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യമൊന്നും ഉണ്ടാകത്തില്ല, എനിക്കറിയാം. നമ്മുടെ നാട്ടിലെ സിസ്റ്റമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ഒരു സാധനം കാണിച്ചത് വേറൊന്നുമല്ല, ഒരു വയലൻസിനെ സപ്പോർട്ട് ചെയ്യാലൊന്നുമല്ല. നമ്മുടെ ഏറ്റവും വലിയ റിവെഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിജയമായിരിക്കണം. നമുക്ക് എന്തൊക്കെ നല്ലത് ചെയ്യാൻ പറ്റുമോ, ഈ വൃത്തികെട്ട സിസ്റ്റത്തിനകത്തും അനീതിയുടെ പുറകെ പോകാതെ അതും വയലൻ്റ് ആയിട്ട് പോകാതെ നല്ല പ്രോപ്പറായിട്ട് മാന്യമായിട്ട് പോയിട്ട് നല്ല വിജയം ലൈഫിൽ ഉണ്ടാക്കിയിട്ട് റിവെഞ്ച് അടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും പവർഫുൾ റിവെഞ്ച്. വേറൊന്നുമല്ല, നമ്മൾ ഉപദ്രവിച്ചവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ചുറ്റുപാടുള്ള നാട്ടുകാർ ഉൾപ്പെടെ, കാഴ്ച കണ്ട് രസിച്ചു നിന്ന ചേച്ചിമാരും അമ്മച്ചിമാരും ഒക്കെ ഉൾപ്പെടെ ഇപ്പോൾ ഉരുകുന്നുണ്ടാവും നമ്മുടെ വിജയം കണ്ടിട്ട്. അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നല്ലോണം ഉരുകുന്നുണ്ടാവും. അല്ലേ അമ്മച്ചിക്ക് തന്നെ അറിയാലോ, നമ്മളെ അപമാനിച്ചോണ്ട് നമ്മൾ വിജയിച്ച് കാണിച്ചു. അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു ലെവലിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകാൻ പറ്റുന്നുണ്ട്. അപ്പം റിവെഞ്ച് വേണം, നല്ല കട്ടയ്ക്ക് റിവെഞ്ച് വേണം. പക്ഷേ റിവെഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വയലൻ്റ് ആയിട്ട് ആവരുത്, നമ്മുടെ വിജയത്തിലൂടെ ആവണം. ബിക്കോസ് വയലൻസ് ഈസ് ഓൾ കൺസ്യൂമിങ് എന്ന് പറയും. നമ്മളെ മൊത്തത്തിൽ തന്നെ കൺസ്യൂം ചെയ്ത് പോകാൻ പറ്റുന്ന സാധനമാണ്, അല്ലെങ്കിൽ പോണ സാധനമാണ് വയലൻസ്. ആ രീതിയിൽ പോകാണ്ട് നല്ല പവർഫുൾ സക്സസ് മാത്രമായിരിക്കണം നമ്മുടെ റിവെഞ്ച്. പറ്റുന്ന നല്ല നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുക. അതിന് എനിക്ക് തരത്തില്ലേ? അയ്യടാ, മീൻപെട്ടാന്നല്ലേ എൻ്റെ 1700 രൂപയുടെ സാധനം. ഇനി തരത്തില്ല, അത് തന്നെ കൊണ്ടുപോണ കണ്ട.